ദളപതി 70 ദളപതി വിജയുടെ 70ാമത്തെ പടം. അതിനുമുമ്പ് 69-ൽ നിന്ന് തന്നെ തുടങ്ങാം. ദളപതി 69. ദളപതി വിജയുടെ അവസാനത്തെ സിനിമ എന്ന ടാഗ് ലൈനോട് കൂടി ആരംഭിച്ച സിനിമയായിരുന്നു ദളപതി 69. കാർത്തിക് സുബ്രാജ്, RJ ബാലാജി, H വിനോദ്, അങ്ങനെ ഇവര് 3 പേരിൽ നിന്നും ഏറ്റവും നല്ല കഥയായിട്ട് വന്ന H വിനോദിനാണ് പുള്ളി ദളപതി 69 കൊടുത്തത്. അങ്ങനെ ദളപതി 69 ചെയ്യാനായി H വിനോദ് സീനിലേക്ക് വരുന്നു. അവസാനത്തെ പടം H വിനോദ് ആണെന്ന് കൺഫേം ആയപ്പോൾ തന്നെ ആ പ്രോജക്റ്റിലുള്ള പ്രതീക്ഷ എല്ലാം പോയി. കാരണം സ്വന്തം ലേബിൽ നിന്നൊക്കെ മാറി ഈ പുള്ളി സ്റ്റാർസ് എന്താണോ പറയുന്നത് അതേപോലെ പടം ചെയ്ത് കളയും. വലിമയും തുനിവും ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. എന്നാൽ തീരം ചെയ്ത H വിനോദിനെ വിശ്വസിച്ച് ഈ പടം നല്ലതാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫസ്റ്റ് ലുക്ക് വന്നപ്പോഴേ പരിപാടി തേഞ്ഞു. പടത്തിന്റെ പേര് ജനനായകൻ. ഫസ്റ്റ് ലുക്ക് മറ്റേ സെൽഫി, അപ്പോഴേ മനസ്സിലായി ഇതൊരു പാർട്ടി പടം ആയിരിക്കും. പിന്നീടുള്ള ഈ പടത്തിന്റെ അപ്ഡേറ്റുകളൊക്കെ ഒരുമാതിരി തണുത്ത പടക്കം പോലായിരുന്നു. അങ്ങനെ എപ്പോഴും ഒരു അപ്ഡേറ്റ് വന്നു, പടം ബാലയുടെ ഭഗവത് കേസരി റീമേക്ക് ആയിരിക്കുമെന്ന്. ഈ അപ്ഡേറ്റ് വന്നപ്പോഴേ പേടിച്ച് ലാസ്റ്റ് പടം റീമേക്കാ, ഇങ്ങനെ സംഭവിക്കരുത് എന്ന് ഫാൻസ് പ്രാർത്ഥിച്ചാണ്. എന്നാൽ ട്രെയിലർ വന്നപ്പോ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് മനസ്സിലായി. ദളപതിയുടെ അവസാനത്തെ പടം ബാലയുടെ കേസരിയുടെ കാർബൺ കോപ്പി. എന്നിട്ട് ഓഡിയോ ലോഞ്ചിൽ വന്നിട്ട് പടം റീമേക്ക് അല്ലെന്ന് പറഞ്ഞ് ഇവനൊക്കെ തലയിൽ കാക്കോത്തണം. അവസാനത്തെ പടം ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഈ പടം വിജയുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടി ഒരു പരിപ്പോടായിരുന്നു. ഇലക്ഷന് മുമ്പ് അയാൾക്ക് ജനങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഭവം മാത്രമായിരുന്നു ഈ സിനിമ. സിനിമ ആൾക്കാരിൽ നല്ലതുപോലെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത്. പക്ഷെ ഈ സിനിമ കൊണ്ട് അവർ ഉദ്ദേശിച്ച ഒരു കാര്യം പോലും നടന്നില്ല. റിലീസിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ റിലീസ് മാറ്റുന്നു, സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് സെൻസർ ബോർഡിനെതിരെ കേസ് കൊടുക്കുന്നു, സുപ്രീം കോടതിയിൽ വരെ പോകുന്നു. അവസാനം ലാഗായി ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ പടം ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെ പടത്തിന്റെ റിലീസ് ഇലക്ഷൻ കഴിയുന്നത് വരെ തടഞ്ഞു വെക്കുന്നു. ഒടുവിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ പടം ലീക്കായി. ഒത്തിരി പേര് കണ്ടു കാണും. എന്നാൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടും ആ സിനിമ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. മൊത്തത്തിൽ ഈ സിനിമ ഒരു നിർക്കുണ സിനിമയായി പോയി. ഇതുകൊണ്ട് വിജയ്ക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല, ഫാൻസിന് ഒരു ഉപകാരം ഉണ്ടായില്ല, കിട്ടിയത് നാണക്കേട് മാത്രം. ഇനി പ്രൊഡ്യൂസറിന്റെ കാര്യം എടുത്താൽ ആ പാവം പിടിച്ചവന്റെ അവസ്ഥ ലോകത്ത് ഒരു പ്രൊഡ്യൂസറിന് സംഭവിക്കരുത്. ഈ ഒരു സിനിമ കാരണം പുള്ളിക്കുണ്ടായ നഷ്ടമൊന്നും എണ്ണിയാ തീരത്തില്ല. 400 കോടി ബഡ്ജറ്റ്, റെക്കോർഡ് OTT ഡീല്, സാറ്റലൈറ്റ്, ബിസിനസ് റൈറ്റ്സ്, അങ്ങനെ മൊത്തത്തില് നഷ്ടത്തിന്റെ ഒരു പടുകൂമ്പാരമാണ് ഈ പടം. പ്രൊഡ്യൂസർക്ക് ഈ നഷ്ടം നികത്താൻ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ദളപതി വിജയ് കേവലിന് വേണ്ടി ഒരു പടം കൂടി ചെയ്തു കൊടുക്കുക. കുറച്ച് ദിവസം മുമ്പ്, ദിവസമല്ല മാസമായി കാണും, ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് കേവിന് വേണ്ടി ദളപതി വിജയ് ഒരു പടം കൂടി ചെയ്യുമെന്ന്. അന്ന് അതൊരു റൂമർ മാത്രമായിരുന്നു, ഉറപ്പില്ലാതെ പറഞ്ഞൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഒത്തിരി നെഗറ്റീവ് വന്നു. എന്നാൽ ഇപ്പോ നമ്മൾ അന്ന് പറഞ്ഞത് സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ദളപതി 70 ശരിക്കും സംഭവിക്കാൻ പോവാണ്. ജനനായകൻ സിനിമ കാരണം കേവിനുണ്ടായ നഷ്ടം 100 കണക്കിന് കോടികളാണ്. എന്നാൽ പടം ലീക്കായി ഇത്ര പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അതിനെ ഇതുവരെ വിജയ് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പുള്ളി കൂളായിട്ട് സൈക്കിളൊക്കെ ചവിട്ടി നടക്കുക. എന്നാൽ കേവിനിന്റെ പ്രൊഡ്യൂസറിനെ പുള്ളി വിളിച്ച് ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞ് പ്രോബ്ലം സോൾവ് ആക്കി. ഒരു പടം കൂടി ചെയ്യാമെന്ന്. അതായത് കേവിന് വേണ്ടി ഒരു പടം കൂടി ചെയ്യാമെന്ന് ദളപതി വാക്ക് കൊടുത്തിട്ടുണ്ട്. പടം കൺഫേം ആണ്. ഇനി നമുക്ക് ദളപതി 70ലേക്ക് വരാം. സംഭവിച്ചാൽ ഇതൊരു വലിയ സിനിമയായിരിക്കും. കാരണം ജനനായകന്റെ ലോസ് റിക്കവർ ചെയ്യുകയും വേണം, ഈ പടത്തിന് മുടക്കുന്ന പൈസയുടെ ബ്രേക്ക് ഇവനും കവർ ചെയ്യണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടുത്ത പടം ഒരു വലിയ സിനിമയായിരിക്കും. നല്ല കളക്ഷൻ കയറേണ്ട പടമായിരിക്കും. 800-1000 കോടിയെങ്കിലും കളക്ഷൻ ടാർഗറ്റ് ചെയ്യുന്ന പടമായിരിക്കും. അങ്ങനെയുള്ളപ്പോ അതൊരു നല്ല സിനിമയായിരിക്കും, നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട സിനിമയായിരിക്കും, നല്ല ഹൈപ്പിൽ വരേണ്ട സിനിമയായിരിക്കും. അതിനാദ്യം ഇൻഡസ്ട്രിയിലെ നല്ലൊരു ഡയറക്ടർ വേണം. ഒരിക്കലും ഇതുപോലൊരു തട്ടിക്കൂട്ട് പടമായിരിക്കത്തില്ല. ഇത്രയും പ്രശ്നങ്ങൾ അവർക്ക് മുമ്പിലുള്ളപ്പോ ഇനി എന്തായാലും നല്ല സിനിമ സംഭവിക്കും. ഈ സിനിമ സംഭവിക്കുവാണെങ്കിൽ നല്ലൊരു ഡയറക്ടർ സീനിലേക്ക് വരും. എന്തായാലും അവരിനി ഒരിക്കലും H വിനോദിനെ വെച്ച് റിസ്ക് എടുക്കത്തില്ല. H വിനോദ് ആണെങ്കിൽ അടുത്ത സൂര്യപ്പടമൊക്കെ എടുക്കാനുള്ള പ്ലാനില്ല. അയ്യോ എന്തായി തീരുവെന്തോ. അപ്പോ പുതിയ നല്ലൊരു ഡയറക്ടർ വരണം, വന്നേ പറ്റൂ. കാര്യം പ്രശ്നം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആക്ടറിന്റെ വാല്യൂ മാത്രമല്ലല്ലോ, ബിസിനസ് എന്ന് പറയുന്നത് ഡയറക്ടറിന്റെ ബ്രാൻഡ് വാല്യൂ കൂടി ഉണ്ടെങ്കിലേ അവർക്ക് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളപ്പോ അവസാനമായിട്ട് ഒരു നല്ല പടം കിട്ടും. ഇനി ഈ പടം ആര് ഡയറക്ട് ചെയ്യും? തമിഴിൽ നിലവില് ബ്രാൻഡ് വാല്യൂ ഉള്ള ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ദളപതി ബോയ്സ് ആണ്. ആറ്റ്ലി, നെൽസൺ, ലോകേഷ്, ഇവരെങ്ങാണ് സീനിലേക്ക് വന്നാൽ കത്തുമെന്നല്ല കത്തിക്കും. കേവിനും ദളപതിയായിട്ടുള്ള അടുത്ത പടം ഇവര് 3 പേരിൽ ആരെങ്കിലും ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. ജനനായകനില് ഇവര് 3 പേരും കൂടി ഉണ്ടെന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഓഡിയോ ലോഞ്ചില് അവർ ഓപ്പൺ ആയിട്ട് ഒരു പടത്തിന് കൂടി ചാൻസ് ചോദിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോ ആ ചാൻസ് ഇവർക്ക് കിട്ടിയാലുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ.
ഇവരിൽ ആദ്യം നമുക്ക് നെൽസനെ എടുക്കാം. വിജയമായി ഒരേ ഒരു പടം മാത്രമാണ് നെൽസൺ ചെയ്തത്, ബീസ്റ്റ്. നല്ല ഹൈപ്പിൽ വന്ന പടമായിരുന്നു. തമിഴ്നാട്ടിലെ ഡേ 1 കളക്ഷനിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് ബീസ്റ്റ് തന്നെയാണ്. പക്ഷെ പടം എന്തോ അങ്ങോട്ട് ഏറ്റില്ല, പരിപാടി അങ്ങോട്ട് ഒത്തില്ല. നല്ല ഡിസാസ്റ്റർ റിവ്യൂ വന്ന പടമായിരുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞാലും വിജയെ കുറിച്ച് ഡിഫറെന്റ് ആയിട്ട് കണ്ടത് ഈ പടത്തിലാണ്. ക്യാരക്ടറൈസേഷന്റെ ഒക്കെ പീക്ക്, കിടിലൻ ക്യാരക്ടർ ആയിരുന്നു. ഇതിനേക്കാൾ നല്ലൊരു സ്ക്രീൻ പ്ലേ ആ ക്യാരക്ടർ അർഹിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൊടാതായി പോയി. എന്നാലും അതിനുശേഷം വന്ന വാരിസ്, ഗോട്ട്, ജനനായകൻ ഇതിനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ 10 മടങ്ങ് ബെറ്റർ ആയിരുന്നു ബീസ്റ്റ്. അല്ലമ്പോണ്ടെങ്കിലും അവരാതല്ല. പിന്നെ നെൽസൺ തന്നെ പറഞ്ഞിരുന്നു പ്രീ പ്രൊഡക്ഷന് വേണ്ട ടൈം കിട്ടിയില്ലെന്ന്. പിന്നെ ബീസ്റ്റ് പോലൊരു മിഡ് പടം കൊടുത്തിട്ട് ആ കോംബോ എന്റെ ആയതിൽ പുള്ളിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു പടം കൂടി ചെയ്യാൻ സാധിച്ചാൽ നല്ലൊരു സിനിമ ചെയ്യുമെന്ന് ജനനായകൻ ഓഡിയോ ലോഞ്ചിലെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോ ഇങ്ങനൊരു ചാൻസ് കൂടി കിട്ടിയാൽ പുള്ളി തൂത്തുവാരും. ഇനി ആഡ്ലി ആണ്. വിജയ്ക്ക് എങ്ങനെ പടം പിടിക്കണമെന്നും എവിടെ ഫ്രെയിം വെക്കണമെന്നും ഇങ്ങനെക്കാളും നന്നായിട്ട് മറ്റാർക്കും അറിയത്തില്ല. എന്തൊക്കെ കോപ്പിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും മേക്കിങ്ങിൽ നല്ല വൃത്തിയായിട്ട് അത് ചെയ്യാൻ അറിയാം. ചിലർ ഓരോ പടത്തിൽ നിന്ന് നൈസായിട്ട് തൂക്കിയിട്ട് ഇൻസ്പിറേഷൻ എന്ന് പറയും, പുള്ളി മിണ്ടാതിരിക്കും. അത്രയുള്ള വ്യത്യാസം. പക്ഷെ പടം എടുക്കാൻ അറിയാം. ഓൾറെഡി SRK വിജയ് കോംബോയിൽ വരുന്ന പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ പുള്ളിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ ഇവരുടെ ലാസ്റ്റ് പടം ആയിട്ടുള്ള ബിഗിലും മിഡായി പോയി. അപ്പോ ദളപതി 70ലേക്ക് ആഡ്ലി വന്ന നല്ല കിടിലം പടം കിട്ടും. പിന്നെ വിജയുടെ ലാസ്റ്റ് പടം കൂടി ആണെങ്കിൽ ഇവിടെ ഓക്കെയാണ്. ഇനി അവസാനത്തെ ആള് നമ്മുടെ മെയിൻ ലോകേഷ് കനകരാജ്. വിജയ് വെച്ച് ലിയോയും ചെയ്ത് എൽസിയിലേക്ക് കൊണ്ടുവന്ന് മൊത്തം കയറി കുരുങ്ങി. ലാസ്റ്റ് ലിയോ 2 എഴുതി വിജയ് എസ് പറയുന്നത് കാത്തിരിക്കുവാണ് ലിയോ 2 തുടങ്ങാൻ. അത് ജനനായകൻ ഓഡിയോ ലോഞ്ചിൽ തന്നെ പുള്ളി പറഞ്ഞിരുന്നു, അണ്ണം വിളിച്ച് ബ്ലഡി സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മതി ലിയോ 2 തുടങ്ങുന്നു. അപ്പൊ ദളപതി 70 ആയിട്ട് ലിയോ 2 അങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ ബോക്സ് ഓഫീസിന്റെ പരിസരത്തോടെ നോക്കേണ്ടി വരുന്നില്ല. പ്രൊഡ്യൂസറിന് ജനനായകന് നഷ്ടപ്പെട്ടതിന്റെ ഒക്കെ അപ്പുറം ഇവിടെ കിട്ടും. ജാക്ക്പോട്ട് അടിക്കും. അങ്ങനെ ഉറപ്പുള്ളൊരു പടമാണ് ഈ പടം. അനൗൺസ് ചെയ്താൽ പലത് സംഭവിക്കാൻ പോകുന്ന തമിഴ് സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഹൈപ്പിൽ വരുന്ന സിനിമയായിരിക്കും ലിയോ 2. പിന്നെ ഈ പടം സംഭവിച്ചു കഴിഞ്ഞാൽ വിജയ്ക്കും ലോകേഷിനും ഒക്കെ ഉള്ള നെഗറ്റീവ് മാറും. LC വീണ്ടും പീക്കിലേക്ക് പോകും. ഇനി ലിയോ 2 അങ്ങനെ ചെയ്ത് മിഡ് പടം ആയി പോയാലും പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടാവുന്ന ഉറപ്പുള്ളൊരു പടമാണ്. പിന്നെ KVN കൈതിറ്റുവിന്റെ പ്രൊഡക്ഷനിലുണ്ട്. അപ്പോ LCയിൽ വലിയ സീൻ വരുത്തില്ല. 7 സ്ക്രീൻ പച്ചക്കൊടി കൊടുത്താൽ കയറിപ്പോവും. പിന്നെ ലിയോ 2 സംഭവിച്ചാൽ അടുത്ത 2-3 LC പടങ്ങളിലേക്കുള്ള വിജയ് പോർഷൻസ് ലോകേഷ് ഇതിന്ന് തൂക്കും. ദളപതിയുടെ ലാസ്റ്റ് പടമായിട്ട് ഒരു ഫെയർവെൽ കൊടുക്കാനും ഫാൻസിനെ ഒന്ന് സന്തോഷിപ്പിക്കാനും ലിയോ 2-നേക്കാളും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ദളപതി 70 ആയിട്ട് ഇതെങ്ങാണ് അനൗൺസ് ചെയ്ത അന്ന് കത്തും മൊത്തം സോഷ്യൽ മീഡിയയിൽ. ദളപതി 70 സംഭവിക്കുവാണെങ്കിൽ അത് ലിയോ 2 ആണെങ്കിൽ നൈസ് ആയിരിക്കും. കോമാളി കളിച്ച് നടക്കാതെ അണ്ണൻ ഇതെങ്ങനെ സമ്മതിച്ചാൽ മതിയായിരുന്നു. അപ്പോ ദളപതി 70 സംവിധാനം ചെയ്യാൻ ടോപ്പ് 3-യിലുള്ളത് ഇവര് 3 പേരുമാണ്.